ശരിക്കും എല്ലാ നടുവേദനയ്ക്കും പ്രതിവിധി സർജറിയാണോ? അല്ല. ബേസിക്കലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടുവേദനയുടെ യഥാർത്ഥ കാരണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എൻ്റെ ഒ പി ഡിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓർത്തോ സ്പൈൻ അല്ലെങ്കിൽ ന്യൂറോ സ്പൈൻ ഡോക്ടേഴ്സിൻ്റെ ഒ പി ഡിയിൽ ഒരു 90% 90% ഓഫ് ദ പേഷ്യൻസ് വരുന്ന നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന നമുക്ക് നോൺ കൺസർവേറ്റീവ് മെത്തേഡ്സിലൂടെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നോൺ കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ നിങ്ങളുടെ പെയിൻ കുറയ്ക്കാനായിട്ടുള്ള മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ പാർട്ടാണ് എക്സസൈസസ്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള എക്സസൈസസ് അവൈലബിൾ ആണ്. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ രോഗം നിർണ്ണയിക്കണം. അതിനുവേണ്ടി നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതിയാവും. 10%, ഞാൻ 90 പറഞ്ഞു, 10% ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവരാരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോൺ കൺസർവേറ്റീവ്, അതായത് വിത്തൗട്ട് സർജറിയുള്ള നമ്മൾ നോക്കി ട്രയൽ ചെയ്തു പക്ഷേ ഫെയിലായി എന്നുള്ളവർ നമുക്ക് നോൺ സർജിക്കലി പോകേണ്ടി വരും. അല്ലാത്തത് നമ്മൾ പ്രൈമറിലി സർജിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളവർ, അതായത് നമ്മുടെ നെർവിൻ്റെ കംപ്രഷൻ ഉള്ളവർ, നെർവ് റിലേറ്റഡ് സിംറ്റംസ് ഉള്ളവർ, അത് കാലിലുള്ള തരിപ്പ്, മരവിപ്പ്, വീക്ക്നെസ് ഉള്ളവർ, അല്ലെങ്കിൽ ബവൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറിലി സർജറി ഇൻഡിക്കേറ്റഡ് ആണ്.